കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ അസ്ഥികൾ കണ്ടെത്തി എന്ന നിർണായക വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. ചതുപ്പിൽ നടത്തിയ തെരച്ചിലിലാണ് വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അനൽക സെയ്ദ് അവിടെ നമുക്കൊപ്പം ചേരുകയാണ്. അനൽക, പറയൂ. ബിനിൽ, ഈ വിജിൽ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സരോവരത്തെ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് അല്പനേരം മുമ്പാണ് പ്രതികൾ മൊഴി നൽകിയ സ്ഥലത്ത് നിന്നും ഈ വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥിഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയത്. അതായത് ഇന്ന് രാവിലെ തന്നെ പോലീസ് പരിശോധന ആരംഭിച്ചിരുന്നു. അതായത് പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായ്ക്കളും അതോടൊപ്പം തന്നെ ഈ ചതുപ്പ് നിലയത്തിൽ നിന്ന് ചളികൾ ഉൾപ്പെടെ മാറ്റാനുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടുത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. അല്പനേരം മുമ്പാണ് വിജിലിൻ്റെ ഈ അസ്ഥി അവശിഷ്ടങ്ങൾ പോലീസ് സംഘം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അല്പനേരം മുമ്പ് മൊബൈൽ ഫോറൻസിക് ടീം അടക്കം ഈ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പ്രതികൾ മൊഴി നൽകിയ സ്ഥലത്തേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. ഈ വിജിൽ തിരോധന കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് തിരച്ചിൽ തുടങ്ങി 7ാമത്തെ ദിവസമാണ് ഈ വിജിലിൻ്റേതെന്ന് കരുതുന്ന പ്രതികൾ മൊഴി നൽകിയ സ്ഥലത്ത് നിന്നും ഈ അസ്ഥി അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. മഴ പെയ്തുകൊണ്ട് ചതുപ്പിൽ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ ചതുപ്പ് നിലയത്തിലേക്ക് പോലീസിനിറങ്ങാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടടക്കം നേരിടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ചതുപ്പിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചുകൊണ്ട് പോലീസ് അത്തരത്തിലുള്ള ശ്രമം നടത്തി. അതിനുശേഷം ഈ പ്രതികൾ മൊഴി നൽകി, അതായത് വിജിലിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടത് പ്രതികൾ മൊഴി നൽകിയ സ്ഥലത്തേക്ക് പോലീസ് പ്രത്യേകം മണ്ണിട്ട് നികത്തിക്കൊണ്ട് പ്രത്യേകം വഴി ഉണ്ടാക്കിയിട്ടാണ് ഈ പരിശോധന കഴിഞ്ഞൊരു 3 ദിവസങ്ങളായി പരിശോധന പുരോഗമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഈ അമിത അളവിൽ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം അത്തരത്തിൽ ഈ ബോധരഹിതനായ ഈ വിജിലിന്റെ സുഹൃത്തുക്കൾ ഈ കോഴിക്കോട് സരോവരത്തെ പാർക്കിന് സമീപത്തെ ഈ ചതുപ്പിൽ കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു കണ്ടെത്തലുണ്ടാകുന്നത്. അതിനുശേഷം തന്നെ പോലീസ് അതായത് ഈ എലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പരിശോധന നടന്നു. ആ പരിശോധന നടന്ന ഘട്ടത്തിലൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ ഈ മഴ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴ ഉൾപ്പെടെ വലിയ രീതിയിൽ വെല്ലുവിളിയായിരുന്നു. അതായത് ചതുപ്പ് നിലയമായതുകൊണ്ട് തന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ ചതുപ്പ് നിലയങ്ങളിലെ വെള്ളം പൂർണ്ണമായി പുറത്തേക്ക് ഒഴുകി ഈ മണ്ണിട്ട് നികത്തി ഈ ചതുപ്പ് നിലയത്തേക്ക് റോഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ പോലീസ് അവിടെ പരിശോധന, അതായത് വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് ഏറെ നിർണായകമായിട്ടുള്ള വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥി അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് അമിതമായ ലഹരി ഉപയോഗിച്ചതിനാൽ വിജിൽ മരിച്ചെന്നും തുടർന്ന് സരോവരം വാഴത്തുരുത്തി ഭാഗത്ത് ഈ കുഴിച്ചുമൂടിയെന്നും പ്രതികൾ പോലീസ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ പ്രതികളുടെ മൊഴി അടിസ്ഥാനമാക്കിയിട്ടാണ് എലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിശോധന ഇവിടെ പുരോഗമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അതിരാവിലെ തന്നെ നേരത്തെ തിരച്ചിൽ തുടങ്ങി അല്പനേരം കഴിയുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഈ വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. അനൽക, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ തലത്തിലുള്ള പരിശോധനകൾ നടക്കുകയായിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി അവർ പറയുന്ന പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുഴിയെടുത്ത് ഉൾപ്പെടെ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുകയായിരുന്നു. അതിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നോക്കൂ, അവിടെ ചെളി ഭയങ്കരമായി കൂടി നിൽക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള പരിശോധനകൾ, കെടാവർ നായ്ക്കൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ, അതെല്ലാം തന്നെയാണോ ഇന്നും നടത്തിയത്? അനൽക, പരിശോധനയുടെ ഒരു സ്വഭാവം എന്തായിരുന്നു? അത് തീർച്ചയായിട്ടും ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ചതുപ്പ് നിലയമായതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ നടത്താൻ പോലീസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ വലിയ മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചതുപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞത്. അതിനുശേഷം ഈ ചതുപ്പിലേക്ക്, അതായത് നമ്മൾ പോയ സമയത്തൊക്കെ തന്നെ, അതായത് വലിയൊരു ചളി കെട്ടിക്കിടക്കുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് ആ ഭാഗത്തേക്ക് ഈ മണ്ണിട്ട് നികത്തിക്കൊണ്ട് അവിടേക്ക് പോകാനുള്ള ഒരു സംവിധാനം
ഉണ്ടാക്കി. അതിനുശേഷമാണ് ഈ മണ്ണ്, അതായത് ഈ ചളിയുടെ അടിഭാഗത്ത് തെരച്ചിൽ നടത്താൻ സംവിധാനമുള്ള പൊക്ലൈൻ അടക്കം എത്തിച്ചുകൊണ്ട് പോലീസ് തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള കെടാവർ നായ്ക്കളെ പോലീസ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിജിലിൻ്റേതെന്ന് കരുതുന്ന ഷൂ പോലീസിന് ലഭിച്ചത്. അത് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലത്തെ തെരച്ചിലിൽ ഈ പ്രതികൾ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം അതിന് മുകളിൽ കല്ല് വെച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോട് കൂടി നടന്ന തെരച്ചിലിലാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ കല്ലിൻ്റെ ഒരു ഭാഗം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് നേരത്തെ പോലീസ് പരിശോധന തുടങ്ങി. ആ ഘട്ടത്തിലാണ് അല്പനേരം ശരി, വളരെ നിർണായകമായ കണ്ടെത്തലാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നിജിലിൻ്റെതെന്ന് കരുതപ്പെടുന്ന അസ്ഥിഭാഗങ്ങൾ കോഴിക്കോട് സരോവരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നിജിലിനെ കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ അവിടെ മാറ്റി, അവിടേക്കാണ് നിജിലിനെ കൊലപാതകത്തിന് ശേഷം നിജിലിന്റെ മൃതദേഹം മാറ്റിയത് എന്നുള്ളതായിരുന്നു പ്രതികൾ നൽകിയിരുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ പരിശോധന. ഒടുവിൽ അസ്ഥിഭാഗങ്ങൾ, നിജിലിൻ്റെതെന്ന് സംശയിക്കുന്ന അസ്ഥിഭാഗങ്ങൾ ഇപ്പോൾ സരോവരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്.